نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി എവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി ലോകത്തോട് വിട പറയുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫിലെ 103, 104 വചനങ്ങളാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ 4 മാസങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് സലാസുൻ മുതവാലിയാത്തുൻ, 3 മാസങ്ങൾ തുടരെ വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. 4ാമത്തെ മാസം പറഞ്ഞു റജബ് മുളർ, മുളർ ഗോത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന റജബ് മാസവും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ പവിത്രത എന്താണ് ചോദിച്ചാൽ, എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അതിനപ്പുറമുള്ള പവിത്രതയോ ശ്രേഷ്ഠതയോ പ്രാധാന്യങ്ങളൊന്നും ഈ മാസത്തിന് ഇല്ല. അതിൽപ്പെട്ട 4ാമത്തെ മാസമായ റജബിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അടുത്തത് ശഅബാനാണ്, പിന്നെ റമദാനായി. അപ്പൊ ഈ റജബ് മാസത്തെ കുറിച്ച് പറയുമ്പോൾ ചില ചരിത്ര സംഭവങ്ങൾ കൂടി നടന്നു എന്ന് ചരിത്രകാരന്മാർ സൂചിപ്പിച്ച ഒരു മാസവും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അതിപ്രധാനങ്ങളായ മുഅ്ജിസത്തായി പരിചയപ്പെടുത്തുന്ന ഇസ്രാ എന്ന പ്രയാണവും മിഅ്റാജ് എന്ന ആകാശാരോഹണവും നടന്നത് റജബ് മാസത്തിലാണ് എന്നതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ചില പണ്ഡിതന്മാർ അതല്ലാത്ത മാസത്തെയും എണ്ണിയിട്ടുണ്ടെങ്കിലും റജബ് മാസത്തിനാണ് അതിന് മുൻഗണന കൊടുത്തിരിക്കുന്നത്. ഇസ്രാവും മിഅ്റാജും നടന്നത് റജബ് മാസത്തിലാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകരുടെ ജീവിതത്തിലെ
ദുഃഖവർഷം എന്നറിയപ്പെടുന്ന ആമുൽ ഹുസൻ എന്നറിയപ്പെടുന്ന ഒരു വർഷം തന്നെ പ്രവാചക ജീവിതത്തിൽ ഉണ്ടായി. പ്രവാചകന്റെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മരണം, സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന അബൂ താലിബിന്റെ മരണം, അവസാനം ഒരു അല്പം രക്ഷയ്ക്കും സ്വസ്ഥതയ്ക്കും വേണ്ടി ത്വായിഫിലേക്കുള്ള യാത്ര, ബന്ധുക്കൾ സംരക്ഷിക്കുമെന്ന് വിചാരിച്ച് അവിടെ പോയി നേർ വിപരീതമായ അനുഭവങ്ങളുമായി നീറുന്ന മനസ്സുമായി മക്കയിലേക്ക് വന്നപ്പോൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പൂർണ്ണ ഉപരോധം മക്ക മുശ്രിക്കുകൾ രേഖപ്പെടുത്തി താഴ്വാലയത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. മുഹമ്മദിനും കൂടെ പോയ ആളുകൾക്കും മക്കയിലേക്ക് പ്രവേശനമില്ല എന്ന്. നോക്കൂ, അങ്ങനെ ഒരു ദയനീയമായ രംഗങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി ആശ്വസിപ്പിക്കാനും തണല് പറയാനും ആരുമില്ലാതെ നിൽക്കുമ്പോഴാണ് മുത്തഈം ഇബ്നു അദി എന്ന മനുഷ്യൻ, അയാൾ മുസ്ലിം ഒന്നുമല്ല, അയാൾ 4 ആൺമക്കളെയും വിളിച്ചുകൊണ്ട് നേരെ പോയി കഅബാലയത്തിന്റെ ചുമരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ തൂക്കിയിരുന്ന ആ ഉപരോധത്തിന്റെ ആ നോട്ടീസ് വലിച്ചു കീറി അവസാനം 4 മക്കളെയും ആയുധം ധരിപ്പിച്ച് മക്കയുടെ ബോർഡറിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ സംരക്ഷണത്തിലായിരിക്കും ഇനി മുഹമ്മദ് ഉണ്ടാകുക. അതുകൊണ്ട് ആരെങ്കിലും മുഹമ്മദിനെ നേർക്ക് വന്നാൽ ഞങ്ങൾക്ക് അവരെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന ശക്തമായ നിലപാട് സ്വീകരിച്ച അമുസ്ലിമായ ഒരു മനുഷ്യനാണ് മുത്തഈം ഇബ്നു അദി എന്ന് പറഞ്ഞത്. അയാൾ ഒരു മുസ്ലിം ഒന്നായില്ല, അദ്ദേഹത്തിന്റെ മകൻ പിന്നീട് മുസ്ലിം ആകുന്നുണ്ട്. ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ നബി മരണം വരെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് വേറെ ചരിത്രമാണ്, ഞാനത് വിശദീകരിക്കുകയല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി ആ സമയത്താണ് പ്രവാചകൻ മാനസികമായി വല്ലാതെ പ്രയാസം അനുഭവപ്പെട്ട ആ സമയത്താണ് മസ്ജിദുൽ ഹറമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാത്രി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുറാഖ് എന്ന പ്രത്യേകമായ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് നേരെ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ പോകുന്നു. അവിടെ ചെന്ന് പ്രവാചകൻ ലോകത്ത് കടന്നു വന്ന മരണപ്പെട്ട പ്രവാചകന്മാർക്ക് നേതൃത്വം കൊടുത്ത് നിസ്കരിക്കുന്നു. അവിടെ നിന്ന് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതേ വാഹനത്തിൽ സിദറത്തുൽ മുൻതഹ എന്ന് പറയുന്ന സൂറത്തുൽ നജ്മിൽ പരിചയപ്പെടുത്തിയ സിദറത്തുൽ മുൻതഹയിൽ വരെ നബിയെ കൊണ്ടുപോകുന്നു. സ്വർഗം കാണിക്കുന്നു, നരകം കാണിക്കുന്നു, അള്ളാഹുമായുള്ള സംസാരം നടക്കുന്നു. ഇതൊക്കെ നടന്നത് ഈ പറഞ്ഞ ഇസ്രാ മിഅ്റാജ് രാത്രിയില് സുബഹിക്ക് തൊട്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നതിന് പിറ്റേ ദിവസം നബി ഇങ്ങനെ കഅബയുടെ അടുത്ത് ചെല്ലുമ്പോൾ അബൂജഹൽ ചോദിച്ചു, മുഹമ്മദേ, ഇന്ന് പുതിയ വല്ല വർത്താനുണ്ടോ എന്ന് കളിയാക്കി ചോദിച്ചു. ഇന്ന് പുതുത് വല്ലതും പറയാനുണ്ടോന്ന്. അപ്പൊ നബി പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ, ഇന്നലെ രാത്രി ഞാൻ ഇവിടെ നിന്ന് നേരെ പോയി ഫലസ്തീനിൽ പോയി അവിടെ നിന്ന് ആകാശത്ത് പോയി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അബൂജഹൽ ചോദിച്ചു, ഇത് നീ സ്വബോധത്തോട് പറയുന്നതാണോ, ഇത് ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ സംസാരത്തിന്? ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അബൂജഹൽ കൂടെയുള്ള ആളുകളോടൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, കണ്ടോ, മുഹമ്മദിന്റെ അവസ്ഥ തന്നെ മാറിയിട്ടുണ്ട് എന്നാണ്. ഒരിക്കലും അത് നടക്കില്ലല്ലോ, ഒരു മനുഷ്യ ബുദ്ധിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞ സംഗതിയല്ല. നബി പരിഹസിക്കപ്പെട്ടു. അങ്ങനെ ഇവരെന്ത് പോയി നേരെ മുത്തഈം അദീനെ വിളിച്ചുകൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിങ്ങളല്ല സംരക്ഷണം കൊടുത്തത്. അപ്പൊ നബി ഇതേ വർത്തമാനം മുത്തഈമിനോട് പറഞ്ഞു. മുത്തഈം പറഞ്ഞു, മുഹമ്മദേ, സംഗതി എന്തൊക്കെയായിരുന്നാലും ശരി, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരാളെ മുത്തഈമിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രി അവിടെ പോയി തിരിച്ചു വരാ, പിന്നെ ആകാശത്ത് പോയി തിരിച്ചു വരാന്ന് പറഞ്ഞാൽ അവിശ്വാസികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ മുത്തഈമും അത് വിശ്വസിച്ചില്ല എന്നാണ്. പിന്നെ ഇവർ നേരെ പോയത് അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിൽ ഇത് പറഞ്ഞു, അബൂബക്കറെ, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ് എവിടം വരെ എത്തിയെന്ന് നിനക്കറിയുമോ? അപ്പൊ അബൂബക്കർ സിദ്ദീഖ്, എന്താണ് എന്റെ കൂട്ടുകാരൻ പറഞ്ഞത്? ഇന്നതാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എന്നാണ്. അപ്പൊ ചോദിച്ചു, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇതല്ല, ഇതിലപ്പുറമുള്ളതാണല്ലോ. 7 ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ വഹി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചല്ലോ, അതിലും വലുതല്ല ഇത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും, ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സിദ്ദീഖ് എന്ന പേര് അബൂബക്കർ സിദ്ദീഖിന് വരുന്നതെന്ന് അർത്ഥം. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ചെറിയ ഒരു വിശദീകരണമായി നമുക്ക് മനസ്സിലാക്കുന്ന ഇസ്രാവും. അതൊരു അമാനുഷികമായ ഒരു പ്രവൃത്തിയാണ് അള്ളാഹു ഇടപെട്ടുകൊണ്ട് പോയത് എന്നർത്ഥം. അപ്പൊ അതാണ് അതിന്റെ ചരിത്രം. പക്ഷെ ഞാൻ ഇപ്പോൾ അത് പറയാൻ കാരണം, ഈ റജബ് മാസത്തിൽ എന്ന് പറയപ്പെടുന്ന ഈ ഇസ്രാ മിഅ്റാജ് നടന്നതിൽ പിന്നും
അത് റജബ് 27-നാണ് എന്നതാണ് ചരിത്രകാരന്മാർ അഭിപ്രായ വ്യത്യാസത്തിനിടക്ക് പറഞ്ഞ സംഗതി. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കലണ്ടർ പ്രകാരമൊക്കെ നാളെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ റജബ് 27-ന് മതപരമായ നിലയിൽ ഒരു പ്രാധാന്യവും ഇല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായി ബന്ധപ്പെട്ട യാതൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. റജബിന്റെ 27 അല്ലെങ്കിൽ റജബ് മാസത്തിന്റെ പ്രത്യേകമായ ശ്രേഷ്ഠതകളൊന്നും നബി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നോക്കൂ, ഷാഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനാണ് ഇബ്നുൽ ഹജർ അസ്ഖലാനി. അദ്ദേഹമാണ് സ്വഹീഹുൽ ബുഖാരിക്ക് വിശദീകരണം എഴുതിയ ആധികാരിക പണ്ഡിതനാണ് ഷാഫി മദ്ഹബില്. അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റൂല. അദ്ദേഹത്തിന് ഒരു ചെറിയ ലഘുലേഖ പോലെയുള്ള ഒരു ചെറിയ പുസ്തകമുണ്ട്, തബീനുൽ അജബ് ബിമാ വറദ ഫി ശഹ്രി റജബ് എന്ന റജബ് മാസത്തിലെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഒരു ചെറിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു സംഗതി നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്ന ലം യരിദ് ഫി ഫദ്ലി ശഹ്രി റജബി, റജബ് മാസത്തിന്റെ ഒരു ശ്രേഷ്ഠതയിലും വന്നിട്ടില്ല. വലാ ഫി സിയാമിഹി വലാ ഫി ഖിയാമിൻ ലൈലത്തിൽ മഖ്സൂസ, പ്രത്യേകമായ നോമ്പ്, പ്രത്യേകമായ നമസ്കാരം, ഇതൊന്നും എന്തു വന്നിട്ടില്ല. മിൻ ഹദീസിൻ സ്വഹീഹിൻ യസ്ലിഹു ലിൽ ഹുജ്ജ, തെളിവിന് പറ്റിയ സ്വീകാര്യയോഗ്യമായ ഒരൊറ്റ ഹദീസും ഏത് വിഷയത്തിൽ വന്നിട്ടില്ല? റജബ് മാസത്തിലെ പ്രത്യേക നമസ്കാരം, പ്രത്യേക നോമ്പ്, പ്രത്യേകമായുള്ള ആരാധന കർമ്മങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന സ്വീകാര്യയോഗ്യമായ ഒരൊറ്റ ഹദീസ് വന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം അവിടെ നിർത്താതെ അതോട് നീതി പാലിച്ചോണ്ട് പറയണം, എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഹദീസ് വന്നിട്ട് അദ്ദേഹം 11-ലധികം ഹദീസ് അതിലെടുത്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഇതില് ഒട്ടേറെ ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ വന്നത് മുഴുവൻ വന്ന മുഴുവൻ ഹദീസും 2 വിഭാഗമായി തിരിക്കാം. ഒന്ന് ലഈഫത്തുൻ വ മൗദൂഅത്തുൻ, ആ ഹദീസുകൾ ഒന്ന് പകുതി ദുർബലമാണ്, പകുതി കെട്ടി ഉണ്ടാക്കിയതാണെന്നാണ്. നോക്കൂ, അദ്ദേഹത്തിന്റെ പറയാണ്, ഈ റജബ് മാസത്തിന് ശ്രേഷ്ഠത വിവരിക്കുന്ന പ്രത്യേക നോമ്പ്, ഇപ്പൊ മിഅ്റാജ് നോമ്പ് എന്ന നിലയിൽ ആളുകൾ വളരെ പ്രാധാന്യപൂർവ്വം അത് അനുഷ്ഠിക്കുകയാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല. വന്ന മുഴുവൻ ഹദീസും ദുർബലമാണ്, കെട്ടി ഉണ്ടാക്കിയതാണെന്ന് വിശദീകരിച്ചത് ഷാഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതൻ ഇബ്നുൽ അസ്ഖലാനിയാണ്. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം എടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമ റജബു കാന യുഅല്ലിമുഹു അഹ്ലുൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ റജബ് മാസത്തിന് പ്രത്യേകമായ ശ്രേഷ്ഠത കൊടുത്തിരുന്നു. അവര് റജബ് മാസത്തിന് പ്രത്യേകമായ മൃഗത്തെ അറുത്തിട്ട് ഇങ്ങനെ ദാനം ചെയ്യുമായിരുന്നു. അത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഫലമ്മാ ജാഅൽ ഇസ്ലാമു തുരിക്ക, ഇസ്ലാം വന്നതുകൂടി റജബ് മാസത്തിലെ ഇതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന മുസ്ലിങ്ങൾക്ക് പിന്നെ റജബ് മാസത്തിലെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇദ്ദേഹം എടുത്തു ഉദ്ധരിക്കുന്നുണ്ടെന്നർത്ഥം. ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ റജബ് 27-ന് മിഅ്റാജ് നോമ്പ് ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് പറയുന്ന അഹ്ലു സുന്നത വലിയ തലയെടുപ്പുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫതാവ ക്രോഡീകരിച്ച ഗ്രന്ഥത്തിൽ ഈ വിഷയവുമായി പറയുന്ന ഒരു സംഗതിയും വമ്മാ സൗമു റജബിൻ ബിഖുസൂസിഹി വഅഹാദിസു കുല്ലുഹാ ദഈഫ ബൽ മൗദൂഅ, റജബ് 27-ന് നോമ്പ് എന്ന് പറയുന്നത് ആ ഹദീസ് മിക്ക ഹദീസും ഒന്ന് കള്ള ഹദീസാണ് അല്ലെങ്കിൽ ദുർബലമാണെന്നാണ്. അപ്പൊ നിങ്ങൾ ഈ കള്ള ഹദീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു കളവെന്ന് മനസ്സിലാക്കരുത്. എന്താ കള്ള ഹദീസ് എന്ന് പറയുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തൊരു കാര്യം നബി പറഞ്ഞു എന്ന് മനഃപൂർവ്വം നബിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കാണ്. അതാണ് വിഷയം. അപ്പൊ നബിയുടെ പേരെന്താ വിഷയം? ഇപ്പൊ നമുക്കൊരു നോമ്പ് അനുഷ്ഠിക്കാനോ അല്ലെങ്കിൽ ദാനം ചെയ്യാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് കഴിയാത്തതുകൊണ്ടെന്നല്ല. ഇതിന്റെ ഗൗരവം എന്താണെന്നറിയോ? ഒരു നോമ്പ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നോക്കണ്ടെന്ന് പറഞ്ഞു എന്നല്ല. ഇതിനൊക്കെ വിഷയം ഇത് ഈ സംഗതിയിൽ മുഴുവൻ പറയുന്ന ആളുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പൊ നബി എന്താ പറഞ്ഞത്? മൻ യഖുൽ അലയ്യ മാലം അഖുൽ, ഞാൻ പറയാത്തൊരു കാര്യം എന്റെ മേൽ ആരെങ്കിലും പറഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിലെ സീറ്റ് റിസർവ് ചെയ്യട്ടെ എന്നാണ്. ഇവിടെ തന്നെ അത് റിസർവ് ചെയ്തോളട്ടെ, ഉറപ്പായതർത്ഥം. മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അവനും സീറ്റ് നരകത്തിൽ ഉറപ്പിക്കട്ടെ എന്നാണ്.
അപ്പൊ ഇതിൽ ഏറ്റവും ഗൗരവം എന്താണോ, ഒരു അമല് ചെയ്തില്ല എന്ന് വരുള്ളൂ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തൊരു സംഗതി, നബിയുടെ പേരിൽ പറഞ്ഞു എന്ന് പറഞ്ഞൊരു സംഗതി ചെയ്താൽ എന്താ, ചെയ്ത വിദഅത്തിന് വേറെ നിൽക്കും. നബിയുടെ പേരിൽ കളവ് പറഞ്ഞതിന്റെ ആദ്യ ഗൗരവ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തത് കൊണ്ടും പഠിപ്പിക്കാത്തത് കൊണ്ടുമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ജനങ്ങളുടെ ബോധവൽക്കരിക്കുന്നത്. അങ്ങനെ ഒന്ന് സ്ഥിരപ്പെടാത്തത് കൊണ്ടാണ് അർത്ഥം. ഇപ്പോൾ ചില ആളുകൾ റജബിന് പ്രത്യേകമായ ഉംറ പ്രാധാന്യപൂർവ്വം ചെയ്യുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ റജബ് മാസത്തെ പ്രത്യേക ഉംറ ചെയ്തതായിട്ട് വല്ല രേഖയും നിങ്ങളുടെ കയ്യിലുണ്ടോന്നും. അപ്പൊ ആയിഷ ബീബി പറഞ്ഞ സംഗതി എന്താണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൻ ഖത്തുൻ, എന്റെ ജീവിത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിൽ ഒരൊറ്റ ഉംറ ചെയ്തിട്ടില്ല എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞത്. നോക്കൂ, റജബിൽ അങ്ങനെ ഒരു ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ അത് ആര് ചെയ്യുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു. സഹാബത്ത് അത് പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക, ഇനി ഒരാൾക്ക് ഉംറയ്ക്ക് വേണ്ടി റജബ് മാസത്തിൽ സൗകര്യപ്പെട്ടാൽ അയാൾക്ക് ഉംറയ്ക്ക് പോകാം, അതല്ല ഈ പറയുന്നത്. റജബ് മാസത്തിൽ പ്രത്യേകമായി പോലീസുണ്ട്, ഉംറ ചെയ്ത് അങ്ങനെ നബി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച ഒരാൾ പോയാൽ അയാളുടെ ഉംറയുടെ സ്വീകാര്യത അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. കാരണം അയാൾ നെയ്യത്ത് തന്നെ മാറി, ഇത് നബിയുടെ പ്രത്യേകമായി പോലീശാക്കപ്പെട്ട ഉംറയാണെന്നാണ്. നോർമൽ ഉംറയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അപ്പൊ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കാര്യങ്ങളെ സമീപിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം പരലോകത്ത് സംഭവിക്കുന്നർത്ഥം. സ്വലാത്തുർ റഗായിബ്, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള നിസ്കാരമുണ്ട്. അതെന്താ, റജബ് മാസത്തില് വെള്ളിയാഴ്ചക്ക് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഒരു 12 റക്അത്ത് നിസ്കാരമുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഈ 12 രാത്രി ഒരു ദിവസം പോലും തഹജ്ജുദ് നിസ്കരിക്കാനോ അല്ലെങ്കിൽ ഫർളിൽ പോലും കൃത്യത പാലിക്കാത്ത മനുഷ്യർ എന്ത് ചെയ്യാണ്, ഈ റജബ് സ്വലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞ നിസ്കാരത്തിന് പ്രാധാന്യത്തോടു കൂടി എന്ത് ചെയ്യാണ്, ഈ നിസ്കാരം നിസ്കരിക്കണം. മഗ്രിബിന്റെ ഇശാഇന്റെ 12 റക്അത്ത് നിസ്കാരം. ഇപ്പൊ മറ്റേ നോർത്ത് ഇന്ത്യകളിലൊക്കെ എന്താണ്, അത് വലിയ ആഘോഷമാണെന്നാണ് ഈ റജബ് മാസത്തില് മുർദോക്ക ഈദ് എന്ന് പറയാ, മരിച്ചുപോയവരുടെ പെരുന്നാളെന്ന്. എന്താ പറയുക, അവരൊക്കെ തിരിച്ച് അന്ന് വരും. അതുകൊണ്ട് ഖബറിന്റെ അടുത്തൊക്കെ അലങ്കരിച്ച്, നോർത്ത് ഇന്ത്യ പോയി നോക്കിങ്ങള്, ആ പള്ളികളൊക്കെ അലങ്കരിച്ച്, ഖബർസ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ച്, ലൈറ്റൊക്കെ ഇട്ട് വളരെ സജീവമാണ്. ഇത് ആര് പഠിപ്പിച്ചതാണ്? ദീനിൽ നിന്ന് ആളുകളെ തെറ്റിച്ച് പിശാച് തെറ്റായ കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണ് മനുഷ്യരുടെ മുമ്പിൽ. അപ്പൊ ഈ നിസ്കാരത്തെ കുറിച്ച് ഇമാം നവവി റഹിമഹുല്ലാ, ഇമാം നവവി ആരാ? ഷാഫി മത രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ്. എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിയുടെ കഴിഞ്ഞാൽ ഒരു വാക്ക് സ്വീകരിക്കണമെങ്കിൽ അത് ഇമാം നവവി റഹിമഹുല്ലയുടെ ആയിരിക്കുമെന്നാണ്. അദ്ദേഹമാണ് സ്വഹീഹ് മുസ്ലിമിന് ശർഹ് എഴുതിയത്. ആ ഇമാം നവവി റഹിമഹുല്ല പറയുന്നുണ്ട്, അസ്സലാത്തുൽ മഅറൂഫത്തു ബിസ്സലാത്തുർ റഗായിബി, സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന നമസ്കാരം, പിന്നെ ശഅബാൻ മാസത്തിലുള്ള നമസ്കാരം, വഹാത്താനി സ്വലാത്താനി ബിദ്അത്താനി മുൻകറാത്താനി, ഇത് രണ്ടും ബിദ്അത്താണ് മാത്രമല്ല മുൻകറത്താനി, മുൻകർത്താണ്, വെറുക്കപ്പെട്ടത് ചെയ്താൽ കുറ്റം കിട്ടുന്ന നിസ്കാരമാണെന്നാണ് ഇമാം നവവി റഹിമഹുല്ലാ അതിനെ കുറിച്ച് പറഞ്ഞു. ഇവർക്കിത് അറിയാത്തത് കൊണ്ടാണ്, ഇവർക്കിത് കൂലി വേണ്ടാത്തത് കൊണ്ടാണ്? അല്ലല്ലോ, അവരൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് ഇതെന്താന്നറിയോ, പ്രവാചകർ പഠിപ്പിച്ചിട്ടില്ല എന്ന് ആ ഒറ്റ പോയിന്റിൽ അവിടെ നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാന്ന് എത്രയോ ചെയ്യാം. നബിയാണ് പഠിപ്പിക്കാത്തതുകൊണ്ട്. സഹാബത്ത് എന്താ പറഞ്ഞത്? ലകാന ഖൈറൻ ലസബഖൂന ഇലൈഹി, ഒരു കാര്യം പുണ്യകരമാണെന്ന് പരലോകത്ത് കൂലി കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഞങ്ങളായിരിക്കും ആദ്യം അത് ചെയ്യാന്നാ, ഞങ്ങളായിരിക്കും ആദ്യം ചെയ്യാം. സഹാബത്തിനേക്കാൾ വലിയ ആളുകളൊന്നും ഇപ്പൊ ലോകത്തില്ലല്ലോ. എന്തുകൊണ്ട് സഹാബത്ത് അത് ചെയ്തില്ല? നബി പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു കാര്യത്തിന്റെ ശരിയും തെറ്റും എങ്ങനെ തീരുമാനിക്കണം എന്നറിവോ, അത് നല്ലതാണോ, അതല്ല ദിക്റുണ്ടോ, ദുആ ഉണ്ടോ, ഇതൊന്നും അല്ല, നോമ്പാണോ എന്നൊന്നും അല്ല പരിഗണിക്കേണ്ടത്. ഇസ്ലാമിലെ പ്രമാണം ഒരു കാര്യം സ്വീകാര്യോഗ്യമാണെങ്കിൽ, അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് പ്രമാണമുണ്ടാകണം, ഖുർആനും സുന്നത്തിലും പഠിപ്പിച്ചതായിരിക്കണം. അതാ ഇസ്ലാമിന്റെ അളവ് പോലെ. അതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സമീഅനാ വഅതഅനാ, കേട്ടു അനുസരിച്ച് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു സംഗതി നമുക്ക് എത്ര മഹത്വമുള്ളതായ തോന്നിയാലും ശരി അത് പാടില്ല. അപ്പൊ നമ്മുടെ ആളുകൾ പോലും ഏത് വളരെ അറിയാതെയാണ് ചെയ്യുന്ന ആളുകൾ പലരും അത് ഷെയർ ചെയ്യാണ്. ഏതാണെന്നറിയോ? ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഅനാ റമളാന, അല്ലാഹുവേ ഞങ്ങളുടെ റജബിലും ശഅബാനിലും നീ ബർക്കത്ത് നൽകണം,
ഞങ്ങളെ റമദാനിലേക്കും എത്തിക്കണേ എന്ന്. നിങ്ങൾ ആലോചിക്കുക, എന്ത് ആശയ സമ്പുഷ്ടമാണ് ആ പ്രാർത്ഥന. ശരിയാണല്ലോ, പഠിച്ചോനെ ഞങ്ങൾക്ക് റജബിൽ ബർക്കത്ത് നൽകണം, അത് ഷഅബാൻ വരെയാണ്, ഷഅബാനിൽ ബർക്കത്ത് ചെയ്യണം. ഈ ബർക്കത്ത് എന്നൊക്കെ ഇത് ഉണ്ടാക്കിയ ആളെ ഏത് ഉദ്ദേശം, ഏത് ബർക്കത്തെന്നറിയാം? അമല് ചെയ്യാനുള്ള ബർക്കത്താണ് അവരൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്, വേറെ ബർക്കത്തല്ല. നമ്മൾ മനസ്സിലാക്കിയ ബർക്കത്ത് എന്നറിയാം, ഈ മാസം നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഈ മാസത്തിന് ഒരു പോരിശ ഉണ്ടല്ലോ, ആ പോരിശ വഴി കിട്ടുന്നതൊക്കെ ഇങ്ങനെ കിട്ടിക്കോട്ടെ എന്നതാണ്, അല്ല നമ്മുടെ അധ്വാനിച്ച് കിട്ടുന്നതല്ല. പിന്നെ ഞങ്ങൾ റമദാനിലേക്ക് എത്തിക്കണം. ഈ പ്രാർത്ഥനയെ കുറിച്ച് ഇത് ആശയം നല്ല ആശയമാണ്, പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ. ഇമാം നവവി അൽ അദ്കാർ എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ്, നിങ്ങൾ പരിശോധിക്കാം, നെറ്റിൽ കിട്ടും. അൽ അദ്കാർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ പരിചയപ്പെടുത്തിയ ഗ്രന്ഥമാണ് ഇമാം നവവിയുടെ. ആ ഗ്രന്ഥം ഈ ദുആ എടുത്തു കൊടുത്ത് അദ്ദേഹം പറയാണ്, ഈ പ്രാർത്ഥന ആശയ സമ്പുഷ്ടമാണ്. പക്ഷെ ഇത് എന്താ കുഴപ്പം എന്ന് പറയുക, ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇതില്ല, അസ്ല ലഹു, അതിന് അസ്ലില്ല. അസ്ലില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു സംഗതി പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത് പറ്റൂല. ഇനി നമുക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. എന്താ കാരണം? നബിയുടെ മേലിൽ നമ്മളിങ്ങനെ കളവ് പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ആരെങ്കിലും അയച്ചു തന്നാലും നമ്മളായിട്ട് ഒരാൾക്ക് അത് അയച്ചു കൊടുക്കാതിരിക്കാം, നമ്മളായിട്ട് പഠിപ്പിക്കുക. കാരണം എന്താ? അത് റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നല്ല ആശയമായിരിക്കും, പിൻകാലത്തെ ആൾക്ക് ഉണ്ടാക്കിയ ആൾ ഒരു പക്ഷെ സതുദ്ദേശം കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അയാൾ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ചിലപ്പോൾ കുറ്റവിമുക്തനായേക്കാം. പക്ഷെ നമ്മൾക്കിത് ബോധ്യപ്പെട്ടിട്ടും നമ്മളായിട്ട് ഇത് പിന്തുടർന്ന് പോകല് വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തിക്കുക. ഇമാം നവവി വേറെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താ പറയുക, ഇപ്പൊ ഈ ഒളു എടുക്കുമ്പോൾ, ഇനിയിപ്പോ ഞാനത് പറഞ്ഞതിന്റെ പിന്നെ അത് ആരും തെരഞ്ഞു പോയ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്. ഈ ഒളു എടുക്കുമ്പോൾ ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ ഒരു പ്രാർത്ഥന നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്, പുതിയ തലമുറകൾക്ക് പരിചയമുണ്ടാവൂല. അതെന്താ? ഇങ്ങനെ മൂക്കിലേക്ക് വെള്ളം കയറ്റുമ്പോൾ അല്ലാഹുവേ അരിനി റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ മണം എന്റെ മൂക്കിലൂടെ വഹിപ്പിക്കണമേ. മുഖം കഴിയും അല്ലാഹു ബയ്യിൽ വജിഹി, എന്റെ മുഖത്ത് പരലോകത്ത് പ്രകാശിപ്പിക്കണമേ. വലത് കൈ കഴിയുമ്പോൾ അല്ലാഹു ആതീനി കിതാബി ഫി യമീനി, എന്റെ ഗ്രന്ഥം വലത് കൈയിൽ കിട്ടണം. ഇടത് കൈയിൽ കഴിയുമ്പോൾ അല്ലാഹു എന്റെ ഗ്രന്ഥം ഇടത് കൈയിൽ തരല്ലേ. കാല് കഴിയുമ്പോൾ അല്ലാഹു എന്റെ കാല് പരലോകത്ത് ഉറപ്പിച്ച് നിർത്തണേ. ഇത് നല്ല പ്രാർത്ഥനയാ. ഓരോ അവയവം കഴിയുമ്പോഴും ഇതേ പ്രാർത്ഥന ഇമാം നവവി ഈ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ അയാളുടെ ഒളു നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നിസ്കാരം ഒരു സ്വീകാര്യമല്ല. കാരണം ഇതില്ല അസ്ല ലഹു, ഇതിനും അസ്ലില്ല എന്നർത്ഥം. നല്ലതല്ലാത്തോണ്ടാണ്, നല്ല ആശയല്ലേ, പ്രാർത്ഥനയല്ലേ. പക്ഷെ എന്താ കുഴപ്പം? നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അതാണ് വിഷയം. അതുകൊണ്ട് ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ റജബുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസുകളും നോമ്പിനോ നിസ്കാരത്തിനോ ഒരു പുണ്യകർമ്മത്തിനോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തുണ്ടല്ലോ, സൂറത്തുൽ കഹ്ഫിന്റെ ആയത്താണ്. ആ ആയത്തിൽ എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, ഖുൽ, നബിയെ അവരോട് ചോദിക്കുക, ഹൽ നുനബ്ബിഉക്കും ബിൽ അഖ്സരീന അമാല, പരലോകത്ത് പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോയ നഷ്ടക്കാരാരാണെന്ന് അറിയോ എന്നാ. ഇപ്പൊ നോക്കുക, അതിന്റെ ബാക്കി ഓതിയില്ലെങ്കിൽ നമുക്കൊരു ഉത്തരം ഉണ്ടാവുമല്ലോ. എന്താ? ആരാണ് പരലോകത്തെ നഷ്ടക്കാർ? അതിന്റെ ബാക്കി അല്ല ഉത്തരം പറയണം, അല്ലദിന ദല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ഇഹലോകത്ത് അവർ അധ്വാനം മുഴുവൻ പാഴായി പോയവരാണ്. അതും ഓക്കെ, അത് മനസ്സിലായി. കാരണം ഇവിടെ അധ്വാനിച്ചത് മുഴുവൻ പാഴായി പോയ ആളെ നഷ്ടക്കാർ. അതിന്റെ ബാക്കി എന്താണെന്നോ, ഓഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, എങ്ങനെ പാഴായി പോകാൻ കാരണം അവരിവിടെ ചെയ്യുമ്പോൾ ഇതൊക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്തവരാണ്, അങ്ങനെ പാഴായി പോയത്. ഇത് ചെയ്തപ്പോൾ നല്ലതല്ലേ, കൂലി കിട്ടിയില്ലേ, ദിക്റല്ലേ, ദുആ അല്ലേ, ഖുർആൻ അല്ലേ, ഇങ്ങനെ ഇതൊക്കെ നല്ലതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത് ബിദ്അത്താണ്, ഇത് കൂലി കിട്ടൂല എന്ന് വിചാരിച്ച ആരും ചെയ്യാറില്ലല്ലോ, ആരും ചെയ്യും. ഇതൊക്കെ കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പൊ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്തവരാണ്. പക്ഷെ പരലോകത്ത് വരുമ്പോൾ അവർക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഈ പറഞ്ഞത്. ഇത്ര ഗൗരവം നടത്തിയിട്ടു. അപ്പൊ നല്ലതല്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. പ്രമാണം ഉണ്ടോന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഇന്നല്ലാഹ ഹജീബ തൗബതൻ കുല്ലി സ്വാഹിബി ബിദ്അത്തിൻ, ബിദ്അത്ത് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹ് പെൻഡിങ് ആക്കുന്ന, അവൻ തൗബ സ്വീകരിക്കൂല എന്നാ. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, എന്തുകൊണ്ടാണ് ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യന്റെ മാത്രം
100 പേരെ കൊന്നവന്റെ തൗബ അത് സ്വീകരിക്കാം. ബിദ്അത്ത് ചെയ്തവന്റെ തൗബ അത് തടഞ്ഞു വെച്ച് നിൽക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? ബിദ്അത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇത് ബിദ്അത്താണെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്, ഇത് പുണ്യമാണെന്ന് വിചാരിച്ച് ചെയ്യാം. അതുകൊണ്ട് അയാൾ തൗബ ചെയ്യൂല. അത് നല്ല കാര്യത്തിൽ എന്താ തൗബ? അപ്പൊ ഇത് തെറ്റാണെന്നും പറ്റിപ്പോയെന്ന് ബോധ്യപ്പെട്ടാലേ തൗബ ചെയ്യുള്ളൂ. ഇത് നല്ലതാണെന്നും പരലോകത്തെ മുതൽക്കൂട്ടാണെന്നും വിചാരിച്ച് ചെയ്യുന്നൊരു മനുഷ്യൻ തൗബ ചെയ്യുന്ന സാഹചര്യം അയാൾ ഒരുക്കില്ല. അതുകൊണ്ട് അയാൾ തൗബ തടയപ്പെട്ടുകൊണ്ടേയിരിക്കും. എത്ര വലിയ അപകടമാണെന്ന് വെച്ചോക്കും. നേരെ ഇതേ 100 പേരെ കൊന്ന മനുഷ്യൻ തൗബ ചെയ്ത് സ്വർഗത്തിലേക്ക് പോകേണ്ട സാഹചര്യത്തിലും നമ്മുടെ ജീവിതം വലിയ അധ്വാന, നിസ്കാരം, നോമം, ഖുർആനോത്തൊക്കെ കൂലി പ്രത്യേകിച്ച് ചെയ്തിട്ട് നമ്മുടെ തൗബ പെൻഡിംഗ് ആയി നിൽക്കുന്ന നഷ്ടക്കാരെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ആ നഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാനാണ് നമ്മളിപ്പോൾ. അതുകൊണ്ട് ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് പ്രാമാണികമായി വല്ല പിമ്പറുണ്ടോ അന്വേഷിച്ച് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമലുകൾ ചെയ്യാം. അതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. സത്യത്തെ അങ്ങനെ തന്നെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രവർത്തിക്കുവാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അല്ലാഹു എല്ലാവിധ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ഒരിക്കൽ കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കലും കൂടി ഉണർത്തുകയാണ്. സൂറത്തുൽ ഇസ്രായിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായിനെ കുറിച്ച് പറയും. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹുവിന്റെ അടിമയെ രാപ്രയാണം നടത്തി അള്ളാഹു എത്രയോ പരിശുദ്ധൻ. അതേ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ മറ്റൊരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയുടെ എതിരാളികൾ പറഞ്ഞു, മുഹമ്മദേ നീ പ്രവാചകനാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ നബി എന്ത് പറഞ്ഞിട്ട് ഇവരത് ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ ഇവർ വിശ്വസിക്കാതിരിക്കാൻ നബിക്ക് കഴിയാത്ത ചില കാരണങ്ങൾ ഇവർ നബിയോട് ആവശ്യപ്പെടുക. ഒരു കാര്യം ചെയ്യേ, നാളെ ഒരു മക്കത്ത് ഒരു നല്ല പുഴ അങ്ങോട്ട് ഒഴുകട്ടെ, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നല്ല ഈത്തപ്പനയുടെയും മുന്തിരിയുടെ തോട്ടങ്ങൾ അങ്ങനെ ഒഴുക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പൊ നബിക്ക് അത് കഴിയില്ല എന്ന് ഇവർക്ക് അറിയാം. അപ്പൊ നബിയെ ഉത്തരം മുട്ടിക്കുകയാണ്. അങ്ങനെ അവർ ഒരുപാട് കാര്യം നബിയോട് ആവശ്യപ്പെട്ടു. ആ കൂട്ടത്തിൽ ഇവർ ആവശ്യപ്പെട്ടൊരു സംഗതി എന്താണെന്നറിയോ? മുഹമ്മദേ നീ ആകാശത്തിലേക്ക് കയറിപ്പോയിട്ട് ഔ യകൂന ലക ബൈത്തും മിൻ സുഹ്റുഫിൻ, നിനക്ക് ഒരു സ്വർണത്തിന്റെ വീടുണ്ടാക്കട്ടെ. നാളെ മക്കത്ത് ഒരു സ്വർണ്ണ വീട്. ഇനി അത് വേണ്ട. ഔ തർക ഫിസ് സമായി, നീ ആകാശത്തിലേക്ക് കയറിപ്പോയിട്ട് ഹത്താ തുനസ്സില അലൈന കിതാബൻ നഖ്റഉ, ഞങ്ങൾക്ക് വായിക്കാൻ ഒരു ഗ്രന്ഥം കൊണ്ടാണ്. അപ്പൊ ഇവർ ആവശ്യപ്പെടുന്ന ആകാശത്ത് പോയിട്ട് തിരിച്ചു വാ എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. ആവശ്യത്തിന് ഉത്തരം അല്ലാട്ടോ കൊണ്ടുപോയത്, അത് വേറെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് കയറിപ്പോയിട്ട് തിരിച്ചു വന്നിട്ട് പോലും ആരും വിശ്വസിച്ചില്ല. ഇവർ വിശ്വസിച്ചില്ല. ഇവർ ആവശ്യപ്പെട്ടത് അതായിരുന്നു. അത് നടന്നിട്ട് പോലും ആരും വിശ്വസിച്ചില്ല, ഇവർ വിശ്വസിച്ചില്ല. അപ്പൊ അത് അവരുടെ ഒരു നിലപാട് പറയാണ്. ഇനി രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവരെല്ലാം പറഞ്ഞപ്പോൾ നബി എന്താ പറയുന്നറിയോ? ഞാൻ നോക്കട്ടെ, ശ്രമിക്കട്ടെ എന്നല്ലോ. നബിയോട് അല്ലാഹ് എന്താ പറയാന്നറിയോ? നബിയെ പറഞ്ഞു കൊടുക്കും, സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂലാ, ഞാൻ മനുഷ്യനായ ഒരു പ്രവാചകനല്ലേ, നിങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്ന സംഗതികൾ എന്നെ കൊണ്ടുവരാൻ എനിക്ക് അങ്ങനെ കഴിയാം. ഞാൻ മനുഷ്യനായി അള്ളാഹു നിയോഗിച്ച ഒരു പ്രവാചകനാണ്, സ്വന്തമായി ഇതൊന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായല്ലോ. നബി പറയേണ്ട മറുപടിയും നബിയെ എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്നും നമുക്ക് കൃത്യമായി അത് അതേ സൂറത്തിൽ തന്നെ അള്ളാഹ് ഉൾപ്പെടുത്തിയത്. അതാണ് അതിൻ്റെ ഒരു അമാനുഷികത എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ടത്, മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായ ആളുകൾ ആശുപത്രിയിലും വീടുകളുമായി കഴിഞ്ഞുകൂടുന്ന ദുആണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് അവർക്ക് പൂർണ്ണ മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ, കഴിഞ്ഞ ദിവസം അടുത്ത സുഹൃത്ത് മരണപ്പെട്ടിരുന്നു, അദ്ദേഹത്തിന് അടക്കം അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.
اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم احينا للكتاب والسنه وامتنا مع الايمان والتوبه ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين.